നമസ്കാരം സാർ. ഇത് കാസർഗോഡ് പ്ലസ് ക്ലബ്ബ്, പിന്നെ നമ്മളെ സിറ്റി ഗോൾഡ്, CTM പെട്രോൾ പമ്പിൻ്റെ ഈ റൗണ്ട് ബോർഡിലുള്ള ഒരു 10-20 കിലോമീറ്ററിൻ്റെ 20 മീറ്ററിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നുള്ളത്. ഇങ്ങനത്തെ കൊയ്യ് ഒരുപാടുണ്ട്. ഈ മാതിരിയുള്ള കൊയ്യുണ്ട്. അത് അവിടെ നോക്കറതാ, അത് അവിടെ കുറേ ഒരുപാട് കൊയ്യുണ്ട്. എത്രയോ കൊയ്യുണ്ട്. ഒരു 4 പിന്നെ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ജല്ലി വേറിയിട്ടളി ഇട്ടിന്, ജല്ലി ഇട്ടിട്ട് ഇളക്കീന്. എല്ലാം ജല്ലി തെറിച്ചിട്ട് ഇപ്പോൾ സ്കൂട്ടറുകാർക്ക് പോകാൻ പറ്റില്ല. സ്കൂട്ടറുകാരൻ പോകുന്നു. പറഞ്ഞു മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ എല്ലാം ബസ് ആണല്ലേ ഇതാ, ഇവിടെ എല്ലാം കട്ടാക്കിയിട്ടുള്ളത്. എന്തോ പൈപ്പ് ഇടാൻ വേണ്ടി കട്ടാക്കിന്. അതിൻ്റെ പേച്ചർക്കായിട്ടില്ല. ഇത് പ്ലസ് ക്ലബിലെ അങ്ങോട്ട് ചെമ്മനാട് പോകുന്ന റോഡിൻ്റെ അവസ്ഥ. ഇവിടെ ഈ റോഡ് ശരിയില്ലായിരിക്കുമ്പോൾ ആൾക്കാർ പിന്നെ വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല, സുലഭമല്ലാന്ന്. അപ്പം ട്രാഫിക് പിന്നെ കൂടുന്നു. ഈ കുണ്ടും കുയിലും സുലഭ വണ്ടി പോകുമ്പോൾ ട്രാഫിക് കൂടുന്നു. പുതിയ ബസ് സ്റ്റാൻഡുള്ള ലൈന് ഈ കുയ്യ കാരണം. പറഞ്ഞു മനസ്സിലാ? ഇതെല്ലാം നോക്കിയാണ് ജല്ലി ഇട്ടിട്ട് വേറി കളിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ പോകുന്നു. കണ്ട ആംബുലൻസ് വരുന്നുണ്ട്. ഈ ആംബുലൻസിന് പോകാനുള്ള ആംബുലൻസ് വണ്ടി കുണ്ടും കുയ്യാകുമ്പോൾ ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല, ഒന്ന് ഫാസ്റ്റ് പോകാൻ പറ്റില്ല. അപ്പോൾ ടൗൺ ഏരിയയിലുള്ള സംവിധാനം നിങ്ങൾ അധികാരികൾ ഇതിനെ മുനിസിപ്പാലിറ്റി ജോറെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഇതിനെ അധികാരികൾ ഇതിൻ്റെ മെയിൻ ആയി ഈ റോഡിൻ്റെ ആൾ പഞ്ചായത്തിൽ ഈ റോഡിലേക്കല്ല, അല്ല മുനിസിപ്പാലിറ്റിയിൽ റോഡിൻ്റെ അധികാരമില്ല, സൈഡ് മാത്രമേ ഉള്ളൂ അധികാരം മുനിസിപ്പാലിറ്റിയിൽ. അപ്പോൾ അതിനുള്ള സംവിധാനം നിങ്ങൾ അധികാരികളും ഇതിനെ വേണ്ടപ്പെട്ട അധികാരികളെ കണ്ടിട്ട് ഇതിനൊരു സംവിധാനം ചെയ്യണം. ഇത് ഒരുപാട് സമയമായിട്ട് ഇപ്പം മായ പോയി ഉടനെ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്യണം. ഓക്കെ. കാസർഗോഡ് നിന്ന് ഇർഷി മുഹമ്മദ്.